ഇടുക്കി കാന്തല്ലൂരിലെ പട്ടിശ്ശേരി അണക്കെട്ട് കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവാകും. ജലസേചന സൗകര്യം ലഭ്യമാകുന്നതോടെ ശീതകാല പച്ചക്കറി ഉൽപ്പാദനം 3 ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. കാന്തല്ലൂർ ഗുഹനാഥപുരത്ത് 1937-ൽ തിരുവിതാംകൂർ രാജഭരണകാലത്ത് നിർമ്മിച്ച പട്ടിശ്ശേരി അണക്കെട്ട് 2014-ലാണ് പൊളിച്ചു നീക്കിയത്. ഇവിടെ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. 26 കോടി രൂപ ഇതിനായി അനുവദിച്ചു. എന്നാൽ പണികൾ അനന്തമായി നീണ്ടു. പിന്നീട് വിവിധ ബജറ്റുകളിലായി 60 കോടി രൂപ അനുവദിച്ചു. 140 മീറ്റർ നീളവും 33 മീറ്റർ ഉയരവുമുള്ളതാണ് പുതിയ അണക്കെട്ട്. പണികൾ പൂർത്തിയായെങ്കിലും അണക്കെട്ടിൽ വെള്ളം നിറയാൻ 6 മാസം മുതൽ 1 വർഷം വരെ എടുക്കും. പട്ടിശ്ശേരി അണക്കെട്ട് പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുന്നതോടെ കാന്തല്ലൂർ, കാരയൂർ, മാശിവയൽ എന്നിവിടങ്ങളിലെ കാർഷികാവശ്യത്തിനായി വെള്ളം ലഭ്യമാക്കും. ഈ കൃഷി സ്ഥലത്താണ് ഞങ്ങൾ 5 ഗ്രാമം എന്ന് വെച്ചാൽ കൃഷി ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിലവിൽ ഡാം ഉള്ളതുകൊണ്ട് ഇനിയും കൃഷികൾ മെച്ചപ്പെടും. ഡാമിന് തുറക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി നാട്ടുകാർക്ക് മറ്റേ ഇതിൻ്റെ ആളെ കിഴാന്ത് ഗ്രാമമുണ്ട്, കാരൂർ ഗ്രാമമുണ്ട്, കോവിൽക്കട ഗ്രാമമുണ്ട്. അവർക്കെല്ലാം ഈ വെള്ളം കൊണ്ട് നല്ല ഉപകാരമുണ്ട്. കൃഷിയിൽ കൂടുതൽ നന്നാക്കും. ഇനി ഒരുപാട് ആൾക്കാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൃഷിയായിട്ട് മുമ്പോട്ട് തന്നെ പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം പറഞ്ഞേക്കുന്നത്. പട്ടിശ്ശേരി അണക്കെട്ട് പൂർത്തിയാകുന്നത് മറയൂർ, കാന്തല്ലൂർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലയ്ക്കും കരുത്തു പകരും. കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. അമൃത ന്യൂസ്, ഇടുക്കി.